ഹായ് ഹലോ എല്ലാവർക്കും പ്രെറ്റി പ്രിൻസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദ്യ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്കുമായിട്ടാണ്. അപ്പോൾ ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മുടി കുറച്ച് സ്മൂത്ത് ആക്കാനും പിന്നെ കുറച്ച് ഷൈനി ആക്കാനും പിന്നെ നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഹെയർ പാക്ക് നമുക്ക് അതിപ്പോൾ ദിവസം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം. 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ താരനൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ആവശ്യം നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ പഴം, ഇതുപോലുള്ള ഏത്തൻപഴം, നല്ല കറുത്ത ഇതുപോലെ നല്ല പഴുത്ത് നല്ല കറുത്ത ഏത്തൻപഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് പോലും പച്ചയുള്ള ഏത്തൻപഴം എടുക്കരുത്. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ കറ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കഴുകി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ നല്ല കറുത്ത പഴുത്ത ഏത്തപ്പഴം തന്നെ വാങ്ങുക, എടുക്കുക. നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ പഴം വാങ്ങിയിട്ട് കഴിക്കാതെയൊക്കെ മറന്നൊക്കെ വെച്ചേക്കില്ലേ, അപ്പോൾ ഇതുപോലെയൊക്കെ ആയി പോകുകയാണെങ്കിൽ അതെടുത്ത് കളയണ്ട. നമുക്കിതൊക്കെ ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ മുഖത്ത് ഫേഷ്യൽ പാക്കായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒരു പഴം, ഇതുപോലെ കറുത്ത ഏത്തപ്പഴം, ഇപ്പോൾ നല്ല പഴുത്ത പഴം ഒരെണ്ണം എടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാലും മതി. ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല കറുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പഴം വേണം. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട ഉലുവ, തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുക്കാം. ഇല്ല നമ്മൾ ഇടാൻ മറന്നു പോയിന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട, ഇത് മാറ്റാൻ വേണ്ട. നമുക്ക് ഉലുവ നമ്മുടെ തലയോട്ടിക്കൊക്കെ നല്ലതാണ്, നമ്മുടെ സ്കാൽപ്പിനൊക്കെ വളരെ നല്ലതാണ്. താരൻ പോകാനും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ തലയ്ക്ക് തണുപ്പ് തരാനൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മൾ തലേദിവസം ഇത് വെള്ളത്തിലിടാൻ മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എനിക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് വൈകുന്നേരം ആ വെള്ളമായിട്ടാണ് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ അരയ്ക്കുമ്പോൾ ആ വെള്ളം കൂടെ കുറച്ച് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുതിർത്ത ഉലുവ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കറ്റാർ വാഴ. ഇത് ചെറിയൊരു കറ്റാർ വാഴയാണ്. പിന്നെ ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ കറ, ഇവിടെ ഒരു മഞ്ഞ കളർ കറ വരും ഇതിൻ്റെ അറ്റത്തായിട്ട്, അതെടുക്കരുത്. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനകത്തുള്ള ആ ജെല്ലെടുക്കുക, കറ്റാർ വാഴയുടെ ജെല്ല്. പിന്നെ 2 ചെറിയ ഉള്ളി. ഇത് ഇത്രയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഈ പഴവും ഉലുവയും കറ്റാർ വാഴയും ഈ ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ഒരുമിച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വരാം. നമ്മൾ തലയിൽ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് തലയിൽ നന്നായിട്ട് എണ്ണ തേക്കാം. നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് നമ്മൾ തലയോട്ടിയിൽ തേക്കാം. ഞാനിപ്പോൾ കാച്ചിയ എണ്ണയാണ് തേക്കുന്നത്, നമ്മൾ വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണ. അപ്പോൾ നമ്മുടെ പാക്ക് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഏത്തമ്പഴവും ഉലുവയും കറ്റാർ വാഴ പിന്നെ ചെറിയ ഉള്ളി, ഇത്രയും കൂടെ നമ്മൾ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് നമ്മുടെ തലയൊട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി വെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉലുവ കുതിർത്ത വെള്ളമോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുക്കാം. നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇതിൽ ഉലുവ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളരാൻ ഒരുപാട് സഹായിക്കും. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഉള്ളതുകൊണ്ട് നമ്മുടെ താരനൊക്കെ മാറാനും സഹായിക്കും. പിന്നെ നമ്മുടെ കറ്റാർ വാഴ, അലോവേര നമ്മുടെ മുടിക്ക് ഒരു ഷൈൻ തരാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടി ഹെൽത്തി ആക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ അലോവേര. അപ്പോൾ ഇത് നല്ലൊരു പാക്കാണ്. പിന്നെ നമ്മുടെ പഴം, ഏത്തമ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈൻ തരാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ മുടിയുടെ അഴുക്കൊക്കെ പോകാനൊക്കെ സഹായിക്കും. നന്നായിട്ട് സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു മസാജ് കൊടുത്ത് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് തലമുടിയിലും തലയോട്ടിയിലും അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മുടി ഭയങ്കര മുകളിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു നന്നായിട്ട് ഉണങ്ങി അങ്ങ് മുറിന്ന് പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കേണ്ട. നമുക്കൊരു 15 മിനിറ്റ്
അത്രയും വെച്ചിട്ട് നമുക്ക് ഈ പാക്ക് മാസത്തിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാം. 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യാം. നമ്മളിത് ദിവസം യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നല്ലൊരു വ്യത്യാസം തന്നെ നമ്മുടെ മുടിക്കുണ്ടാവും. നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടും ഫ്രിസി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പാക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അഥവാ ഓയിൽ തലമുടിയിൽ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാക്കിലോട്ട് 1 സ്പൂൺ ഓയിൽ കൂടെ യൂസ് ചെയ്ത് നമ്മൾ ഏതാണോ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ അത് നമ്മൾ ഈ പാക്കിലോട്ട് യൂസ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതിയാവും. പിന്നെ കഴിവതും ഷാമ്പൂവും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ നാച്ചുറലായിട്ട് താളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒത്തിരി വെള്ളത്തിലങ്ങ് കഴുകി കളഞ്ഞാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റിന് ശേഷം കഴുകിയിട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ എൻ്റെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷാമ്പൂ ഒന്നിട്ട് വാഷ് ചെയ്തിട്ടില്ല, പ്ലെയിനായിട്ട് വാട്ടറിൽ വാഷ് ചെയ്തതേ ഉള്ളൂ. ഇതെങ്ങനെയാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ നമ്മൾ മുടി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എങ്ങനെയാണ് കേട്ടോ. ഇതെങ്ങനെ കണ്ടോ, ഒരു ഷൈനിങ് ഒക്കെ ഉണ്ട്. ഒട്ടും ഫ്രിസി ആക്കിയിട്ടില്ല മുടി, നല്ല ഒട്ടും ഡ്രൈ ഒന്നും ആക്കിയിട്ടില്ല. കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ റിസൾട്ട് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.